ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. മാത്സ് എക്സാം ഇതാ നിങ്ങൾക്ക് വരാൻ പോവാണ്. സോ സിമ്പിൾ ആയ ഒരു യൂസ്ഫുൾ ആയ ഒരു കാര്യം, നമുക്ക് ഇമ്പോർട്ടന്റ് ആയി പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്നല്ലേ മക്കളെ? ഉറപ്പായും നമുക്ക് പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ ഒരു സംഖ്യയെ വേറെ രീതികളിൽ എഴുതാൻ. പ്രത്യേകിച്ച് 10,000 മുകളിലുള്ള സംഖ്യയായിരിക്കും നമുക്ക് എന്തായാലും വരിക. സോ ഈ കാര്യം നല്ല പോലെ എല്ലാവരും പഠിച്ചിരിക്കുക. ഒന്നുകളുടെ സ്ഥാനവും പത്തുകളുടെ സ്ഥാനവും നൂറുകളുടെ സ്ഥാനവും ഒക്കെ ആക്കി മാറ്റി നല്ല പോലെ എഴുതാൻ എന്തറിഞ്ഞിരിക്കുക, എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ നമുക്ക് ചെയ്തു നോക്കിയാലോ. 28,549 28,549 എന്തൊക്കെയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. 28,000 അഥവാ 28,000 എന്ന് എഴുതാം അല്ലെ. 28,000 എന്ന് എഴുതാം. 549 ഒന്നുകൾ അഥവാ 549 വൺസ് എന്ന് എഴുതാം. ശരിയല്ലേ? ഇങ്ങനെ നമുക്ക് എഴുതി വെക്കാം. ഇനി അതുപോലെ വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതി വെക്കാം നോക്കിയാലോ. 10,000 എന്ന് പറയുമ്പോൾ 210,000 അല്ലേ. 210,000 എന്ന് എഴുതാം. പിന്നെയോ 85 hundreds എന്ന് എഴുതാം. 85 നൂറുകൾ എന്ന് എഴുതാം. പിന്നെയോ 49 ഒന്നുകൾ എന്ന് എഴുതാം. 49 വൺസ് എന്ന് എഴുതാം. ഇതുപോലെ നമ്മളെ എല്ലാത്തിനെയും നമ്മൾ ഇതുപോലെ എഴുതാൻ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. അതുപോലെ ഇനി വേറെ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാടാ. 28,000 യെസ്, 28,000. അതുപോലെ 549 അല്ലേ, നമുക്ക് എന്തെഴുതാം. 54 പത്തുകൾ 9 ഒന്നുകൾ എന്നും നമുക്ക് എഴുതാം. ഓക്കെ, ഇതുപോലെയും ചെയ്യാലോ. ഇനി വേറൊരു രീതിയും കൂടെ നമുക്ക് നോക്കിയാലോ. നമുക്ക് 2,10,000 അല്ലേ. 2,10,000 എന്ന് എഴുതാം. പിന്നെയോ നമുക്ക് 8,000 എന്ന് എഴുതാം. 8,000 എന്ന് എഴുതാം. പിന്നെയോ 5 നൂറുകൾ അല്ലേ. 5 hundreds അഥവാ 5 നൂറുകൾ എന്ന് എഴുതാം. 49 ഒന്നുകൾ എന്ന് എഴുതാം. ഇത് കൂടാതെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു രീതിയിലൂടെ എഴുതാലോ. 28,549 ഒന്നുകൾ എന്ന് എഴുതാം. എത്രയാണ്? 228,549 വൺസ് അഥവാ ഒന്നുകൾ എന്ന് എഴുതി വെക്കാം. ശരിയല്ലേ? അതുപോലെ വേറെ ഏതൊക്കെ രീതിയിൽ എഴുതി വെക്കാം. 2854 പത്തുകൾ എന്ന് എഴുതാം. പിന്നെയോ 9 ഒന്നുകൾ എന്നും എഴുതാം. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നല്ല പോലെ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് പഠിച്ചു വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.